ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മുട്ടുദോശയായാലോ? ഈ മുട്ടുദോശയ്ക്കൊരു കഥ പറയാനുണ്ട് കേട്ടോ. പണ്ട് ഹോസ്റ്റലിലുള്ള സമയത്ത് ഹോസ്റ്റലിലെ ഭക്ഷണമെല്ലാം തിന്ന് മടുത്ത് വളരെ സങ്കടത്തോടെ ഇരിക്കുന്ന പല കാലഘട്ടങ്ങളിലും പല സമയങ്ങളിലും ഒരു രക്ഷകനായി വന്ന ഒരു ഗൃഹാതുരത്വം വിളിച്ചോതിയ ഒരു പലഹാരമാണ് ഈ മുട്ടദോശ. വേറൊന്നും കൊണ്ടല്ല, വീട്ടിൽ നിന്നും വരുന്ന കൂട്ടുകാരികൾ കൊണ്ടുവരുന്ന ഒട്ടേറെ പലഹാരങ്ങളുണ്ടായി. ആ പലഹാരങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് ഈ മുട്ടദോശ. അതുണ്ടാക്കി കൊണ്ടുവരുന്ന കൂട്ടുകാരിക്ക് ഒരിക്കലും ആ മുട്ടദോശ കിട്ടാറില്ല. അത് മനസ്സിലാക്കിയിട്ടാവണം പിന്നീട് അവൾ കൊണ്ടുവരുന്ന മുട്ടദോശകളുടെ എണ്ണം വർദ്ധിച്ചിരുന്നു. ആ മുട്ടദോശ ഉണ്ടാക്കുന്ന ആൻറ്റീനെ ഇപ്പോഴും മിസ് ചെയ്യാറുണ്ട്. പലപ്പോഴും ആൻറ്റിയുടെ വീട്ടിൽ തന്നെയായിരുന്നു എൻ്റെ താമസം. ഞാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ മുട്ടദോശ ഉണ്ടാക്കി തരാനും ആൻറ്റിക്ക് ഒരു മടിയും ഇല്ലായിരുന്നു. കാരണം വേറൊന്നല്ല, ആൻറ്റി ഒരു ടീച്ചറാണ്. ആൻറ്റി പഠിച്ചതും വളർന്നതുമെല്ലാം ഹോസ്റ്റൽ ലൈഫിലൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റിക്ക് ആ ഹോസ്റ്റലിലെ ജീവിതം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും മുട്ടദോശ എപ്പോൾ വേണമെങ്കിലും റെഡിയാക്കി തരുമായിരുന്നു. ആ മുട്ടദോശയുടെ രുചിയും ഹോസ്റ്റലിലെ ഭക്ഷണവും ആ കോളേജും എല്ലാം ഇപ്പോൾ ഒരു ഓർമ്മയാണ്. ആ കൂട്ടുകാരികളെ, ആ ആൻറ്റീനെയും എല്ലാം വളരെ മിസ് ചെയ്യുന്നുമുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഒരുപക്ഷെ ഈ മുട്ടദോശയ്ക്ക് തന്നെയായിരിക്കാം.